എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാൻ എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ്. മാർട്ടിൻ ലൂതർ എന്ന ഒരു പള്ളിയിലെ അച്ഛൻ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന ഒറ്റ വാക്യമാണ് തന്നെ മാറ്റിമറിച്ചതും അതിലൂടെയാണ് ഏകദേശം AD 1600 ശേഷം ഇന്ന് കാണുന്നത് പോലെയുള്ള ഒരു ഉണർവിലേക്ക് ദൈവസഭയെ കൊണ്ടുവരാൻ ഇരുണ്ടുപോയ, ആത്മാവിൽ കെട്ടുപോയ, ആത്മീയ ജീവിതം മുഴുവനും ഇരുട്ടിലായിപ്പോയ ദൈവസഭയെ മുഴുവനും വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ഒരൊറ്റ വചനമാണ് കാരണമായി തീർന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. മാർട്ടിൻ ലൂതറിൻ്റെ അകത്ത് ആ ഒരു ചിന്ത മാറ്റങ്ങളെ കൊണ്ടുവന്നു. ദൈവവചനത്തിൻ്റെ ചിന്ത ഒരു വ്യക്തിക്ക് മാത്രമല്ല മാറ്റം കൊണ്ടുവരുന്നത്, ആ വ്യക്തിയിലൂടെ ഒരു കാലഘട്ടത്തെ തന്നെ മാറ്റും. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ദിവസങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും ഈ കാലഘട്ടത്തിലുള്ള എല്ലാവരെയും തന്നെ മാറ്റുവാൻ പര്യാപ്തമായത് ആകയാൽ കേൾക്കുന്ന വചനം അധികം ശ്രദ്ധയോടെ കരുതുവാൻ, എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ അധികം ശ്രദ്ധയോടെ കരുതുവാൻ യേശു കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇന്നു മുതൽ കൂടുതൽ കേൾക്കുന്നതിനേക്കാൾ കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ നമുക്ക് കർത്താവ് കൃപ നൽകട്ടെ. എന്തിനാണ് ഈ വചനം പറഞ്ഞത്? ഈ വചനത്തിൻ്റെ അർത്ഥം ഇത് മാത്രമേ ഉള്ളൂ? ഈ വചനത്തിൽ നിന്നുകൊണ്ട് വേറെ എന്തെല്ലാം ധ്യാനിക്കാൻ കഴിയും എന്നൊക്കെ എല്ലാ ദിവസവും രാവിലെ ഒരു ജീസസ് എവരിഡേ എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങളുടെ ചിന്തയിൽ ഈ വചനങ്ങൾ അന്ന് മുഴുവനും നിങ്ങൾ ചിന്തയിൽ കൊണ്ടുവരുമെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത്, ഈ കാലഘട്ടത്തിലുള്ള പലർക്കും ഗ്രഹിക്കാൻ കഴിയാതെ പോയത്, പരിശുദ്ധാത്മാവിൻ്റെ വാളാകുന്ന ഈ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് നിങ്ങളിൽ വലിയ മാറ്റങ്ങളും വലിയ വിശ്വാസങ്ങളും ഉളവാക്കും. അതുകൊണ്ട് ദൈവവചനം 100 മേനി ഫലം കിട്ടുവാൻ ധ്യാനിക്കുവാൻ ഒരു ദൈവ പൈതൽ മറന്നു പോകരുത്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ചേർന്ന് യേശുവിന് സകല പുകഴ്ചയും കൊടുക്കാം. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമാ. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്നായ എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്നായ എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. സ്വർഗപിതാവിൻ മാർവിൽ ചേർത്തതിന് ഈ ബന്ധമാണ് ആരാധന. സ്വർഗപിതാവിൻ മാർവിൽ ചേർത്തതിന് ഈ ബന്ധമാണ് ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വെച്ചതിന് ഏതു നേരത്തും ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വെച്ചതിന് ഏതു നേരത്തും ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്നായ എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്നായ എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. എൻ്റെ യേശുവിൻ പാദത്തിൽ പകരുന്നത് നല്ല
നല്ല തൈലമാണ് ആരാധന. എന്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാ നല്ല തൈലമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എന്റെ ദൗത്യമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എന്റെ ദൗത്യമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നതാ എന്നും പുതിയതാണ് ആരാധന. പരിശുദ്ധാത്മാവെന്നെ നയിക്കുന്നതാ എന്നും പുതിയതാണ് ആരാധന. തിരുസാന്നിധ്യമെന്നിൽ നിറയുന്നതാ തേജസ്സേറുമീ ആരാധന. തിരുസാന്നിധ്യമെന്നിൽ നിറയുന്നതാ തേജസ്സേറുമീ ആരാധന. തിരുസാന്നിധ്യമെന്നിൽ നിറയുന്നതാ തേജസ്സേറുമീ ആരാധന. തിരുസാന്നിധ്യമെന്നിൽ നിറയുന്നതാ തേജസ്സേറുമീ ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ തുടർമാനമായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതായത് നിരന്തരമായ പ്രാർത്ഥന ദൈവദൂതന്മാരെ പ്രവർത്തന നിരതരാക്കും. അല്ലെങ്കിൽ നാം നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൂതന്മാരെ അയക്കും. ദൂതന്മാർ വന്നാലുള്ള പ്രത്യേകതകളെ കുറിച്ചാണ് ഞാനിവിടെ വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞത്. എന്തിനിത് നമ്മളിന്ന് ധ്യാനിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ, ഏത് തടസ്സങ്ങളെയും തകർത്തു മാറ്റി നമ്മെ വിടുതലിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ശക്തിയേറിയ ദൈവത്തിൻ്റെ ദൂതന്മാർ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് തടവറയിൽ കിടക്കുമ്പോൾ, രക്ഷപ്പെടാൻ സാധ്യതയില്ലാതെ ചങ്ങലയിൽ കഴിയുമ്പോൾ, ഹേരോദ രാജാവ് അടുത്ത ദിവസം പത്രോസിനെ യാക്കോബിനെ പോലെ കൊല്ലാൻ പദ്ധതിയിട്ടപ്പോൾ, എൻ്റെ തൊട്ട് തലേ ദിവസം ദൂതൻ ഇറങ്ങി വന്ന ചരിത്രമാണ് നാം കാണുന്നത്. അതായത് എവിടെ അനർത്ഥം വരുമോ അതിന് തൊട്ടു മുന്നമേ വന്ന് വിടുവിച്ചു കൊണ്ടുപോകുന്ന ഒരു കർത്താവിൻ്റെ കരം നമുക്കിവിടെ കാണാം. ഒരിക്കൽ ശ്രീലങ്കയിൽ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു വിമാനം കടന്നു വന്ന് ഇംഗ്ലണ്ടിലെ പൗരന്മാരെ ആ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അടുത്ത ദിവസം നാളെ യുദ്ധം ആരംഭിക്കുന്നെങ്കിൽ ഇന്ന് തന്നെ വന്ന് പെട്ടെന്ന് വന്ന് ആ ഇംഗ്ലണ്ട് പൗരന്മാരെ കൊണ്ടുപോകുന്നത് ആ രാജ്യത്തിൻ്റെ മാന്യതയാണ്, ആ രാജ്യത്തിൻ്റെ പരമാധികാരമാണ്. അങ്ങനെ
അവിടുത്തെ പ്രധാന വ്യക്തികളെ, ഒന്നുകൂടി പറഞ്ഞാൽ ഇംഗ്ലണ്ട് പാസ്പോർട്ടുള്ള ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുഖമുള്ള ആ പാസ്പോർട്ട്, അത് ഒരു രാജകീയമായ പദവിയാണ്. ആ പദവിയുള്ള ആ പാസ്പോർട്ട് കയ്യിലുള്ളവർ വളരെ വിലയേറിയവരാണെന്ന് ലോകത്തെ കാണിക്കുന്നു. ഇതുപോലെ യേശു ക്രിസ്തുവിനാൽ മുദ്രയിടപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട, രാജാവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട നമ്മെ അനർത്ഥത്തിന് മുന്നമേ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ അറിയണം, നാം വളരെ വിലയേറിയവരാണ്, നാം ദൈവത്തിന് വളരെ മാന്യരാണ്. നമുക്ക് നമ്മെക്കുറിച്ചൊരു മാന്യത തോന്നാറില്ല. നമ്മെക്കുറിച്ച് വീട്ടിൽ നിന്നും അങ്ങനൊരു മാന്യതയുടെ വാക്ക് കേട്ടിട്ടില്ലായിരിക്കാം. നമ്മെ ബഹുമാനിക്കേണ്ടവർ പോലും നമുക്ക് ബഹുമാനം തരാതെ വരുമ്പോഴും ഭാരപ്പെടേണ്ട, നമുക്കിതെല്ലാം തരുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് നമുക്കുണ്ട്. തരേണ്ട മാന്യത, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ് എന്ന് നാം വേദപുസ്തകത്തിൽ ദൈവജനത്തെക്കുറിച്ച് ദൈവം പറയുന്ന വാക്കുകൾ യെശയ്യാവിലൊക്കെ കാണുന്നു. വിലയേറിയവനും മാന്യനും. നാം ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ്. പത്രോസ് ജയിലിൽ കിടക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 12:7 പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. പിന്നീട് നമുക്കറിയാം, പത്രോസ് ഈ ദൂതൻ്റെ കൂടെ വെളിയിലേക്ക് വരുന്നതാണ് അടുത്ത വാക്യം. ദൂതൻ അവനോട് അരകെട്ടി ചെരിപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അപ്പോൾ ദൂതന്മാർ, ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ദൈവം അയച്ചാൽ സംഭവിക്കുന്നത്, ഒന്നാമത്തെ കാര്യം, ഏത് തടവറയിലും ഈ ദൂതനെ വരുവാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഏത് തടവറയിലും ആർക്കും വരാൻ കഴിയാത്തിടത്ത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, അത് എത്ര വലിയ വെന്റിലേറ്റർ ആണെങ്കിലും ആരെയും അതിനകത്തോട്ട് കൊണ്ടുവന്നില്ലെങ്കിലും ദൂതൻ അവിടെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കാൻ കഴിയും. 2, അടുത്തിരിക്കുന്ന പടയാളികൾ അറിയാതെ സംസാരിക്കാൻ കഴിയും. ഈ ദൂതൻ പത്രോസിനോട് സംസാരിക്കുമ്പോൾ പത്രോസിന് കേൾക്കാം. അവിടെ ചുറ്റും തന്നോട് ചേർന്ന് കിടക്കുന്ന പടയാളികൾ, അതായത് പത്രോസ് ഒന്ന് അനങ്ങിയാൽ, ചങ്ങല അനങ്ങിയാൽ ഈ പടയാളികൾ എഴുന്നേൽക്കും. അതുപോലെയാണ് സംവിധാനം. കാരണം അല്ലെങ്കിൽ ഇവൻ രക്ഷപ്പെട്ടാലോ? ഹെരോദാവിന് വിശ്വാസമില്ല. ഒരിക്കൽ ഇതുപോലെ ദേവാലയത്തിൽ കൊണ്ടുപോയി പ്രഭാതത്തിൽ നിർത്തിയത് നമുക്കറിയാം. ജയിലിന് അകത്ത് നിന്ന്, ജയില് ഭദ്രമായിട്ട് പൂട്ടിയിരിക്കുന്നു, തുറന്നപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല. ഈ ചരിത്രം അവർക്കറിയാം. അതുകൊണ്ട് യഹൂദന്മാരുടെ ഒത്താശയോടെയാണ് ഹെരോദ രാജാവ് ഇത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയുള്ള യഹൂദന്മാരാണ് ഹെരോദ രാജാവിന് ഈ ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കുന്നത്. യേശുവിനെ കൊല ചെയ്ത അതേ യഹൂദന്മാർ ഇതാ ഇപ്പോൾ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ കൊല ചെയ്യാൻ കൂട്ടുനിൽക്കുന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമാണ്. ഓരോരുത്തരെ ഒന്നിനു പുറകെ ഒന്നൊന്നായി കൊന്നൊടുക്കുക എന്നുള്ളത് പിശാചിൻ്റെ പദ്ധതികളായിരിക്കുമ്പോൾ, മനുഷ്യനും ആ പദ്ധതിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം അറിയാമോ? യേശു തൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം ജയിക്കില്ല. നാം യേശുവിൻ്റെ മക്കളാണെങ്കിൽ ഏത് അനർത്ഥത്തിലും ഇറങ്ങി വരുന്ന ദൂതന്മാരുണ്ട്. ഈ ദൂതൻ പത്രോസെ വേഗം എഴുന്നേൽക്കെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ഉള്ളവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശു കർത്താവുമായിട്ട് സംസാരിക്കുമ്പോൾ ചുറ്റുമുള്ളവർക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല, ചുറ്റുമുള്ളവർക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ പൗലോസിന് മാത്രം മനസ്സിലായി.
ഇത് സ്വർഗീയമായ ഒരു പ്രോഗ്രാമാണ്. വേറെ ആർക്കും മനസ്സിലാകാതെ നമുക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ ദൂതന്മാരുണ്ട്. ചുറ്റും 1000 പേരുണ്ടെങ്കിൽ അവർ കേൾക്കില്ല, നമ്മൾ മാത്രം കേൾക്കും. ഈ ദൂതൻ ഇറങ്ങിയപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. 3, മറ്റൊരു ബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാകാതെ ഒരു സ്വപ്നം കാണുന്നവനെ പോലെ ഇവനൊന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിലോ സാധാരണ ഒരു ബോധത്തിലാണെങ്കിൽ ഈ പടയാളികളും ജയിലൊക്കെ കണ്ട് അവൻ പേടിച്ചു വിറക്കും. ഇപ്പോൾ അവൻ മറ്റൊരു ബോധത്തിലേക്ക്, അവൻ്റെ ബോധം തന്നെ മറ്റൊന്നാണ്. അവനൊരു സ്വപ്നത്തിലായിരിക്കുന്ന അവസ്ഥയിലാണ്. ഇതൊരു മാനുഷികമായി അവന് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം അവൻ്റെ ബോധത്തെ മറ്റൊന്നാക്കി മാറ്റി. ആ വാക്കിനെ അനുസരിച്ച് പുറകെ പോകാനുള്ള ഒരു ശേഷി ആ ബോധത്തിന് ഉണ്ടായി. 3-ാമത്തെ കാര്യം അതാണ്. 4, ഈ ദൂതൻ വന്നു കഴിഞ്ഞാൽ ഈ ദൂതന് നമ്മെ സ്പർശിക്കുവാൻ കഴിയും. അവൻ്റെ വിലാപ്പുറത്ത് തൊട്ടു എന്നാണ്. ദൂതന്മാർക്ക് നമ്മെ, ആത്മജീവികളാണെങ്കിലും നമ്മെ തൊടുവാൻ കഴിയും, നമ്മെ സഹായിക്കാൻ കഴിയും, നമ്മെ എഴുന്നേൽപ്പിക്കാൻ കഴിയും, നമ്മളെ കൈപിടിച്ചെടുത്ത് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ കഴിയും, നമ്മെ തൊടുവാൻ കഴിയും. ഇതാ ഈ ദൂതൻ അവനെ വിലാപ്പുറത്ത് തൊട്ടു എന്ന്. ഒരു മൃദുലമായ സ്പർശനം, എഴുന്നേൽക്കാൻ വേണ്ടി, ഉണർത്താൻ വേണ്ടി അവൻ തൊട്ടു. സ്പർശിക്കുവാൻ കഴിയും. ഈ ദിവസങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ കിടക്കുന്ന മുറിയിൽ നിങ്ങളെ ഒന്ന് തൊട്ടു ഉണർത്തി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളെ ഒന്ന് തൊട്ടുണർത്താൻ, നിങ്ങളെയും എന്നെയും ഒന്ന് തൊട്ടുണർത്താൻ ദൂതന്മാരൊന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ അത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ ദൈവം തൻ്റെ മക്കളുടെ നിരന്തര പ്രാർത്ഥനയിൽ പ്രസാദിച്ച് മറുപടികൾക്കായി അയക്കുന്ന ദൂതന്മാർ ഈ വക വിധത്തിലെല്ലാം പ്രവർത്തിക്കും. ഈ ദൂതൻ വന്നപ്പോൾ ഒരു സ്വപ്നം കാണുന്നവനെ പോലെയായി. 5-ാമത്തെ കാര്യം, മുൻപിൽ വഴി കാണിച്ച് നടക്കും. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ഒക്കെ വായിക്കുന്നത്, ഒരു ദൂതനെ ഞാൻ നിന്റെ മുമ്പിൽ അയക്കും, അവനോട് വിഘടിക്കരുത്, അവൻ നിങ്ങൾക്ക് വഴി കാണിച്ച് നിങ്ങളുടെ മുമ്പിൽ പോകും. ഒരാൾക്കല്ല, ആ ഒരു രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ രാജ്യം, 6 ലക്ഷം ഫാമിലികൾ കുറഞ്ഞതുണ്ട്. അതാണ് 6 ലക്ഷം പുരുഷന്മാരെന്ന് പറയുന്നത്. ഈ 6 ലക്ഷം എന്ന് പറയുമ്പോൾ ആ കാലത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായി അത് മാറി. ആ കാലത്ത് ഒരു രാജ്യത്ത് 1-2 ലക്ഷം ജനങ്ങൾ കൂടിയാലുണ്ട്. എന്നാൽ ഇത് വർദ്ധിച്ച്, ഈ ജനം വർദ്ധിച്ച് പെരുകി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പദ്ധതിയുള്ള ഇവർ പീഡനങ്ങൾ, ഫറവോന്റെ പീഡനത്തിൻ്റെ നടുവിൽ വർദ്ധിച്ച് പെരുകി. ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും നിന്റെ വർധനവിനെ, നിന്റെ വളർച്ചയെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു വളർച്ചയല്ല, നിനക്കേത് സമയത്തും ഒരു വളർച്ച തരാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ ദൂതൻ മുൻപിൽ നടക്കും എന്ന് നമ്മൾ ഇവിടെയും വായിക്കുന്നു. അതായത് എൻ്റെ പിന്നാലെ പുതപ്പ് പുതച്ചു വരിക എന്ന് പത്രോസിനോട് പറഞ്ഞു. പിന്നാലെ, അതായത് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെടേണ്ട, വെറുതെ നടന്നാൽ മതി. നിരന്തരമായ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത്, സ്വന്തമായി വഴി, വിടുതൽ പ്രാപിക്കാനുള്ള വഴി, ഭാവിക്ക് വേണ്ടിയുള്ള വഴി അറിയാതെ ഭാരപ്പെടുന്നവർക്ക് ശരിയായ വഴിയിലൂടെ നടത്താൻ ഒരു ദൂതനെ കർത്താവിനെ അയക്കാനുണ്ട്. നമ്മെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ സ്ഥലത്ത്, ശരിയായ രാജ്യത്ത് എത്തിക്കുന്ന ദൈവദൂതന്മാരുണ്ട്. എത്ര പേരതിന് ആമേൻ പറയും? നമ്മുടെ കുടുംബത്തെ ശരിയായ സ്ഥലങ്ങളിൽ എത്തിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള വെള്ളവും അവിടെ എത്തും വരെ ഈ ദൂതൻ നമ്മെ വിട്ട് മാറുകയില്ല. അടുത്തത് അതവിടെ വായിക്കുന്നു, ഒരു തെരുവ് കടന്ന്
എല്ലാ പ്രതിബന്ധങ്ങളും പത്രോസ് കടന്ന ശേഷം, പത്രോസ് സ്വതന്ത്രനായെന്ന് അറിഞ്ഞ ശേഷം ഈ ദൈവദൂതൻ പത്രോസിനെ വിട്ടുമാറിയതാണ് നമ്മൾ കാണുന്നത്. അടുത്ത കാര്യം, ഏത് വലിയ വാതിലും തനിയെ തുറക്കും. ഈ ദൂതൻ മുൻപിൽ പോയാൽ ഈ ദൂതനെ താഴോ ചങ്ങലകളോ ഇരുമ്പോടാമ്പലുകളോ ഒന്നും വിഷയമല്ല. എത്ര മനുഷ്യൻ എത്ര അടച്ചാലും, പിശാച് എത്ര അടച്ചാലും, ഒരു ദൂതൻ മുന്നിലുണ്ടോ വാതിൽ തുറന്നിരിക്കും. ഇത് എത്ര വലിയ കാര്യമാണ്! ആരെന്നെ വിടുവിക്കും? ആരെനിക്ക് വാതിൽ തുറക്കും? ഒരു ദൂതൻ ഇറങ്ങിയാൽ മതി, നിന്റെ വാതിലുകളെല്ലാം സ്വതവേ തുറക്കും. അവിടെ താക്കോല് വേണ്ട, താഴ് വെട്ടി പൊളിക്കണ്ട, കൂടം കൊണ്ടോ കോടാലി കൊണ്ടോ വെട്ടണ്ട, ഒന്നും ചെയ്യണ്ട, ഒരു ബലപ്രയോഗവും നടത്തണ്ട, തന്നെ തുറന്നു പോകും. വർഷങ്ങളായി തുറക്കാൻ കഴിയാതെ അകത്തായി പോയ, പുറത്തേക്കിറങ്ങാൻ കഴിയാതെ എവിടെയൊക്കെയോ സ്റ്റക്കായി പോയ ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. ദൈവം അത്ഭുതകരമായി സ്വതവേ തുറക്കുന്ന ദൂതന്മാരെ അയച്ച് നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം. വലിയ വിടുതലുകളെ, വലിയ അത്ഭുതങ്ങളെ കാണാൻ നമ്മെ സമർപ്പിക്കാം. നമുക്ക് അടുത്ത ദിവസം കൂടി ഈ ദൂതന്മാരെ കുറിച്ചൊന്ന് തുടരാം. ഇപ്പോൾ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എത്ര വലിയ പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് പറയുന്നിടത്തും നിരന്തരമായ പ്രാർത്ഥനകൾ മറുപടി കൊണ്ടുവരും. 4-5 വായിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന്. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു സഭ, ആ സഭയുടെ മെമ്പറാണോ നിങ്ങൾ? ഒരിക്കലൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പറഞ്ഞു, തൊട്ടടുത്തുള്ള സഭയിലല്ല പോകേണ്ടത്, ദൈവവചനത്തോട് തൊട്ടടുത്തുള്ള സഭയിൽ പോകണം. ഒന്നുകൂടി പറയാം, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു സഭ ആരംഭിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെയല്ല പോകേണ്ടത്. ദൈവവചനവുമായി രാപ്പകലിരിക്കുന്ന, പ്രാർത്ഥനയിലിരിക്കുന്ന, ദൈവവുമായി അടുത്തിരിക്കുന്ന സഭയിലാണ് പോകേണ്ടത്. എല്ലായിടത്തും സഭയുണ്ട്. ചിലർ പറയും, നിങ്ങളിതിന് അത്രയും ദൂരം പോകുന്നേ, ഇവിടെ വന്നുകൂടെ, ഞങ്ങളിവിടെ ഒരു ചർച്ച ആരംഭിച്ചില്ലേ? ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രതിസന്ധിയിൽ ഒരു ദൂതൻ ഇറങ്ങി വരത്തക്ക രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ അവിടെയാണ് പോകേണ്ടത്. അങ്ങനത്തെ ഒരു സഭയില്ലെങ്കിൽ ആ സഭ മുഖാന്തരം ഒരു ദൂതൻ ഇറങ്ങില്ല. ഈ സത്യം അറിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പ്രൈസ് ജനറേഷൻ കുടുംബത്തോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ ഒരു ദൂതൻ ഇറങ്ങിയേ മതിയാവൂ, ഒരു വാതിൽ തുറന്നേ മതിയാവൂ. നിരന്തരമായി ദൈവമുഖം അന്വേഷിക്കുന്ന ഈ കൂട്ടായ്മയിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അടഞ്ഞ വാതിലുകൾ തുറന്നേ മതിയാവും. വിദ്യാഭ്യാസ വാതിൽ കുഞ്ഞുങ്ങൾക്ക് തുറക്കണം. ഭൗതിക വാതിൽ മാതാപിതാക്കൾക്ക് തുറക്കണം. വിദേശ യാത്ര വരുമാന മാർഗങ്ങൾ തുറന്നു വരണം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന പല കുഞ്ഞുങ്ങളുടെ വിവാഹവാതിലുകൾ, ഭാവി വാതിലുകൾ തുറന്നു വരണം. തടസ്സങ്ങളെല്ലാം തകർത്ത് കളഞ്ഞ് സുരക്ഷിതമായി കൊണ്ടുപോകുന്ന ദൂതന്മാർ ഈ മക്കൾക്ക് കാവലായി ഇറങ്ങട്ടെ. ഇവരുടെ വഴികൾ തുറക്കട്ടെ. ദുർഘടങ്ങൾ നിരപ്പാക്കുന്ന ദൂതന്മാർ ഇറങ്ങട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥന നിങ്ങളെ ബലപ്പെടുത്തും. ആദ്യം പറഞ്ഞതൊന്നുകൂടി പറയാം. അടുത്തുള്ള സഭയിലല്ല പോകേണ്ടത്, ദൈവത്തോട് അടുത്തിരിക്കുന്ന സഭയിലാണ് നിങ്ങൾ പോകേണ്ടത്. അങ്ങനൊരു സഭ നിങ്ങൾക്കറിയാമോ? ആ സഭയിൽ നിങ്ങൾ പോവുക. തീർച്ചയായിട്ടും പ്രൈസ് ജനറേഷൻ ചർച്ച് ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കാരണം കൊണ്ട് ഇതിൽ വരുന്നവർക്ക് ദൈവദൂതന്മാരുടെ കാവൽ ഉണ്ടായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധാരാളം ശക്തിയും കൃപയും യേശു കർത്താവ് തരും.
നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.